ബഡീസ്, വെൽക്കം ടു മൂവി മലയാളി. നമുക്കിന്ന് ഗസ് ഹൂ ഐ ആം എന്ന സീരീസിന്റെ എപ്പിസോഡ് 7 കാണാം. എപ്പിസോഡിന്റെ തുടക്കത്തിലാണെങ്കിൽ സോങ് ആകട്ടെ ജി പറയുന്നതൊക്കെ കേട്ട് ആകെ വിഷമത്തോടു കൂടി പോവുകയാണ്. അപ്പോൾ അവളുടെ ഫോണിലോട്ടൊരു കോള് വരുന്നു. കണ്ണാടി ചെറുക്കനാണ്. അപ്പത്തേക്കും അവളാണ് ഇങ്ങനെ പറയുകയാണ്, അവൻ ഇത്രയും നാളും ആക്ട് ചെയ്യുകയായിരുന്നു, എന്നോട് ഇങ്ങനെ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുകയാണ്. ഇതെല്ലാം ജി ആണെങ്കിൽ മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവന് ശരിക്കും നമ്മുടെ സോങ്ങിന് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നമ്മൾ കാണുന്നത് അങ്കിളിലെയും ചെയർമാനെയാണ്. രണ്ടുപേരും കൂടി കാറിൽ തിരിച്ചു പൊക്കോണ്ടിരിക്കുകയാണ് എയർപോർട്ടിൽ നിന്ന്. അങ്കിളാകട്ടെ ജീനെ കുറിച്ച് ഇങ്ങനെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെയർമാനോട്. പക്ഷെ ചെയർമാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യാനാ, മോനായി പോയില്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെയർമാന് ഇഷ്ടം കൂടുകയാണ് മോനോട്. എന്നിട്ട് ഡ്രൈവറോടാകട്ടെ ഇന്ന് നമുക്ക് ലഞ്ചിനാണെങ്കിൽ ജീനെയും ലിയാങ്കിനെയും അയാളുടെ മകളെയും വിളിക്കാമെന്ന് പറയുന്നു. ഈ ലിയാങ് എന്ന് പറയുന്ന ആൾ നമ്മുടെ ചെയർമാന്റെ പാർട്ട്ണറാണ്. അയാളുടെ മോളുടെ പേരാണ് ജിയാങ്കി. അവളാണെങ്കിൽ ചെയർമാന്റെ ശരിക്കുമുള്ള മോന്റെ പണ്ടത്തെ കളിക്കൂട്ടുകാരിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാനുള്ള പ്ലാനാണ് നമ്മുടെ ചെയർമാന് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് ഡിന്നറിന് വന്നിരിക്കുന്ന നമ്മുടെ ചെയർമാനെയും ജീനെയുമാണ്. എന്നിട്ടാണെങ്കിൽ മോനോട് ഇങ്ങനെ പറയണം അച്ഛൻ, ഞങ്ങൾ നല്ല ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു, പണ്ട് നീ ഇവനെ കണ്ടതാണ്, അയാൾക്കൊരു മോളുണ്ട്, നീ അവളോട് പണ്ടൊക്കെ ഭയങ്കരമായിട്ട് കളിക്കുമായിരുന്നു, അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പത്തേക്ക് അവർ രണ്ടുപേരും വരികയാണ്. എന്നിട്ടാണെങ്കിൽ എന്നാ ജിയാങ്കി വന്നത് നമ്മുടെ ജീനെ കെട്ടിപ്പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല. എന്നിട്ട് ഷെയ്ക്കാൻഡും കൊടുത്ത് അവർ പിന്നെ ഡിന്നറിനിരിക്കുകയാണ്. എന്നിട്ട് പണ്ടത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീനോട് പറയുന്നുണ്ട്. അവനാണ് ഇതൊന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവളിങ്ങനെ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പണ്ട് നമ്മൾ കുറേ പിയാനോ വായിക്കും, നിനക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പിയാനോന്റെ അടുത്ത് വന്നിരിക്കുകയാണ് അവള്. എന്നിട്ട് അവളാണെങ്കിൽ അതിലെ ഒരു നോട്ട് അവനോട് സെലക്ട് ചെയ്ത് തരാൻ പറയും. അവനാണെങ്കിൽ കുറെ ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നുണ്ട്, ഏതാ കൊടുക്കണമെന്നോ ആലോചിച്ചുകൊണ്ട്. അപ്പോഴാണ് ഒരു നോട്ട് കാണുന്നത്. ഇതാണെങ്കിൽ അന്ന് ഒരു ലൈറ്റ് ഹൗസിൽ പോയില്ലേ നമ്മുടെ സോങ്ങിന്റെ കൂടെ, അവിടെ കണ്ട നോട്ട് പോലെ അവന് തോന്നും. അതായത് ശരിക്കുമുള്ള ജി വരച്ച ചിത്രം. എന്നിട്ട് അവനാണെങ്കിൽ അതെടുത്ത് കൊടുത്തിട്ട് പറയും, ഇതെൻ്റെ അമ്മയുടെയും എൻ്റെ ഫേവറേറ്റ് സോങ് ആണ്, ഇത് നീ വായിക്കുന്നു പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ആ അച്ഛന് മനസ്സിലാവും ഇവൻ ശരിക്കുമുള്ള ജി ആണെന്ന്. ഇവരിങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് അച്ഛന്മാരാണെങ്കിൽ പരസ്പരം പറയുകയാണ്, എന്തായാലും ഇവര് കളിക്കൂട്ടുകാരല്ലേ, അതുകൊണ്ട് നമുക്ക് ഇവരുടെ കല്യാണം അങ്ങ് നടത്തിക്കളയാമെന്ന്. ഇത് കേട്ട് നമ്മുടെ ജി ആണെങ്കിലോ ആകെ ടെൻഷൻ ആവുകയാണ്. കാരണം ഇവൻ ചെയ്ത പ്ലാനിങ് ഒക്കെ പോവുമല്ലോ ഈ കല്യാണം കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അവൻ അപ്പം തന്നെ പറയണേ, ഞാനിങ്ങനെ എബ്രോഡ് പോകാൻ നിൽക്കുകയാണ്, അതൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ചെയർമാൻ ആണെങ്കിൽ അതൊന്നും സമ്മതിക്കുന്നില്ല. നമുക്ക് എങ്ങനെയല്ലോ ഇത് നടക്കണമെന്ന് പറയുന്നു. അവൻ എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇതിനെന്തെങ്കിലും പറയണം വേണ്ടാന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവർ റീസൺ ചോദിക്കും. അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഇവിടുന്ന് വരുന്നതിന് മുമ്പ് തന്നെ സോങ് ആയിട്ട് രജിസ്റ്റർ ചെയ്തു എന്ന് മാരേജ്. ഇത് കേട്ട് ചെയർമാനൊക്കെ ഷോക്ക് ആവാണ്. കാരണം ഇങ്ങനൊരു വാർത്ത അവർ ഒട്ടും പ്രതീക്ഷിച്ചതല്ലല്ലോ. ഈ കാര്യം എന്നിട്ട് ജിയാണെങ്കിൽ ജിയാങ്കിനോട് പറയുകയാണ്. ഇത് കേട്ട് ജിയാങ്കിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ്. നീ എന്തിനാ അങ്ങനെ പറഞ്ഞു, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, പെണ്ണേത സോങ്ങും അവളുടെ പേര് മാത്രമാണ് നിനക്ക് പറയാൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജി പറയുന്നുണ്ട്, കാരണം ഇതാണ് നല്ലത്, ആ സിറ്റുവേഷനിൽ എനിക്ക് ഇതാണ് പറയാൻ തോന്നിയത്, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട ജിയാങ്ക് ആകട്ടെ, നീ ഇങ്ങനെ പറയുന്നൊക്കെ കൊള്ളാം, പക്ഷെ അവൾ ഇതിനൊക്കെ സമ്മതിക്കുമോ? അപ്പോഴത്തേക്കും ജി പറയുകയാണ്, അതിനൊക്കെ എൻ്റെ കയ്യിൽ വഴിയുണ്ട്, ഞാൻ അവളെ എങ്ങനെയും സമ്മതിപ്പിക്കും. അവൻ എന്നിട്ട് കാർ നേരെ സോങ്ങിന്റെ വീട്ടിലോട്ട് വിടുകയാണ്. അവളാണെങ്കിൽ അവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആ ഫ്ലവർ ഷോപ്പിൽ ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയായിരിക്കും. ഇവനങ്ങ് പെട്ടെന്ന് കയറി വന്ന് അവളുടെ കൈയും പിടിച്ച് പുറത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോകും. നമ്മുടെ പിള്ളേരാകട്ടെ ഇതിങ്ങനെ നോക്കിയിരിക്കുകയാണ്, എന്താ ചെയ്യണ്ടേന്നും അറിയാത്ത പോലെ. എന്നിട്ട് സോങ് ആകട്ടെ, നീ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകും, നീ എന്നെ ഇറക്കിക്കുക ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കുമെന്ന് പറയും. ഇത് കേട്ട് ജി ആകട്ടെ, ആഹാ നീ പോലീസിനെ വിളിക്കോ, പക്ഷെ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് പോലീസിൻ്റെ അടുത്തേക്ക് തന്നെയാണെന്ന് പറയുന്നു. ഇത് കേട്ടതും സോങ് ആണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഞാൻ നിന്നോട് ചെയ്തതൊക്കെ തെറ്റാണ്, അതിന് ഞാൻ നിന്നോട് ക്ഷമയും ചോദിക്കാം, പക്ഷെ നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ വേണേ എൻ്റെ അക്കൗണ്ടിലുള്ള പൈസ മൊത്തം നിനക്ക് തരാം, നീ അതെടുത്തോ, അല്ലെങ്കിൽ വേണ്ട എൻ്റെ കൂടെയുള്ള 2 ഫ്രണ്ട്സിൻ്റെ അക്കൗണ്ടിലുള്ളതോ എല്ലാം ഞാൻ നിനക്ക് തരാം, പക്ഷെ എന്നെ വെറുതെ വിടണമെന്നൊക്കെ പറയുകയാണ്. ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ നമ്മുടെ സോങ് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ജി ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യുന്നില്ല. അവനാണെങ്കിൽ കാറാണെങ്കിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിർത്തുന്നു. പിന്നെ ഇങ്ങനെ നിശബ്ദം കേട്ടോ. എന്നിട്ടാണ് അവനിങ്ങനെ പറയണ, നിനക്ക് വേണമെങ്കിൽ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോവാം, അതേ ഫ്രണ്ടിൽ തന്നെയുണ്ട്, പക്ഷെ ഞാൻ നിന്റെ കൂടെ വരും, അപ്പോൾ നീ പെടുകയും ചെയ്യും.
പിന്നെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് തന്നെ രജിസ്റ്റർ മാരേജ് ചെയ്യാനും ഉള്ളതുണ്ട്. അവിടെ ഞാൻ പോകുമ്പോൾ നീ എന്റെ കൂടെ വരണം, എന്നിട്ട് ഞാൻ നിന്നെ മാരേജ് ചെയ്യും, നിനക്ക് 20 മിനിറ്റ് ടൈം ഉണ്ട്, നിനക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാമെന്ന് പറയുന്നു. അടുത്ത സീനിലായി നമ്മൾ കാണുന്നത് സോങ് ആണെങ്കിൽ ജിയുടെ കൂടെ രജിസ്റ്റർ ഓഫീസിൽ ഇരിക്കുന്നതാണ്. കാരണം എന്താ, അവൾ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോകുന്നില്ല, പെടുവാണെങ്കിൽ ഇവന്റെ കയ്യിൽ പെടുന്നതല്ലേ നല്ലതെന്നോർത്ത് ഇവൾ അവിടെ ഇരിക്കുകയാണ്. അവളാണെങ്കിൽ മാക്സിമം അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ എന്താ, ഒന്നും തന്നെ നടക്കുന്നില്ല. പിന്നെ ഇവൾ ഒച്ചപ്പാടുണ്ടാക്കുമ്പോഴെന്താ, ആൾക്കാർ ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ജി ഇങ്ങനെ പറയാണ്, നീ ഇനി ഒച്ച ഉണ്ടാക്കിയാൽ നിന്റെ ഫ്രണ്ട്സും കൂടെ കൊടുക്കും, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് 3 പേരും കൂടെ നിൽക്കും ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്താണ്. അപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ ശരിക്കും കപ്പിൾസിനെ പോലെ അഭിനയിച്ച് ഇവന്റെ കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്നുമില്ല അങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ട്. പിന്നെ 2 പേരെ അങ്ങോട്ട് വിളിക്കുന്നു. ഇതിനായിട്ട് അവർക്കൊരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാൻ വേണ്ടി 2 പേരും ചേർന്നിരിക്കുന്നുണ്ട്. പക്ഷെ ഇവളാണെങ്കിൽ ചിരിക്കാതെ തന്നെ പോസ് ചെയ്തിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നു. അപ്പോഴാണെങ്കിൽ ആ ക്യാമറമാൻ ആണെങ്കിൽ ഒന്നുകൂടെ അവളെ പിടിച്ചെടുത്തിട്ട് ചിരിക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ അവൾ ഗതികെട്ട് ചിരിക്കുന്നു. അതിനുശേഷം ഇവർക്ക് 2 പേർക്കും മാരേജ് കഴിഞ്ഞു എന്നതിനുള്ള ഒരു പ്രൂഫായിട്ട് കാർഡ് കൊടുക്കുകയാണ്. ഇപ്പൊ എടുത്ത ഫോട്ടോയും ആ കാർഡിലുണ്ട്. സോങ് എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ എന്താ, നമ്മുടെ കണ്ണാടി ചെറുക്കനും ഷെന്നും കൂടി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. ഇവരാകെ പേടിച്ചിരിക്കണം. കാരണം ഇവനെങ്ങാനും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ എന്ത് പറ്റുന്നോർത്ത് നാട് വിടാനുള്ള പ്ലാനിങ്ങിലാണ് ഇവര്. ഇവളെ കണ്ടപാട് അവരെ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോങ് ആണെങ്കിൽ മിണ്ടാതെ ആകെ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ്. എന്നിട്ട് അവൾ ആ കാർഡ് എടുത്ത് ആ ടേബിളിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ കണ്ണാടി ചെറുക്കൻ വന്നിട്ട് അപ്പൊ തന്നെ നോക്കുമ്പോൾ എന്നാ മാരേജ് സർട്ടിഫിക്കറ്റ്, അയ്യോ അവൻ നിന്നെ കല്യാണം കഴിച്ചോന്ന്. ഇത് കേട്ട് നമ്മുടെ ഷെന്നാകട്ടെ അവളുടെ വയറിലാണെങ്കിൽ ഇങ്ങനെ കാത് വെച്ച് നോക്കുവാണ്. കരച്ചിലൊന്നും ഇല്ലല്ലോ, ഇതെന്നെ ഒന്നും കേൾക്കാത്തേന്നൊക്കെ. അപ്പൊ സോങ് ആണെങ്കിൽ എന്നെ കാണിക്കുന്നേ, അല്ല നീ പ്രഗ്നന്റ് ആണോ എന്ന് നോക്കുമായിരുന്നു, പോടി മണ്ട് വേണ്ടേന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവളെ ഒന്നും നീ ഇങ്ങനെയൊന്നും വിചാരിക്കില്ല, അവൻ എന്തുകൊണ്ടായിരിക്കും എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇവൻ എന്നെ പൊട്ടനാണെന്നൊക്കെയാണ് ഇവരിപ്പോൾ ചിന്തിക്കുന്നത്. അടുത്തായി കാണുന്നത് നമ്മുടെ പെണ്ണാണെങ്കിൽ തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടി വരികയാണ്. എന്നിട്ട് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട്സിനെ അറിയിക്കുകയാണ്, നോക്ക് പിള്ളേരെ കൂടെ നോക്കെന്ന് പറഞ്ഞിട്ട്. എന്നാ ഞാനാണെങ്കിൽ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്, അതെന്തായാലും വർക്കൗട്ട് ആവും, നമുക്ക് എന്തായാലും നടപ്പിലാക്കിയെടുക്കണം. കാരണം എന്താ, നമ്മളിപ്പോൾ ജീൻ്റെ ട്രാപ്പിലാണ്, അതുകൊണ്ട് തന്നെ അവനെ എങ്ങനെയെങ്കിലും കീഴടക്കണമെന്ന് പറയുന്നു. ഞാനിപ്പോൾ അവന്റെ ഭാര്യയില്ലേ, ആ അവസരം മുതലാക്കി നമുക്ക് അവനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് സ്നേഹത്തോടെ അവന് മെസ്സേജ് അയച്ചിട്ട് വേണം കൊണ്ടുവരാൻ. ഇതിനായിട്ട് നിങ്ങൾ എന്നെ സഹായിക്കണം, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് അവൾ പറയുന്നു. ഇതായിട്ട് കണ്ണാടി ചെറുക്കനാണ് ഇങ്ങനെ നോക്കിയാണ്. അപ്പോൾ അവൾ പറയും, എനിക്ക് പറ്റും, ഞാൻ എന്തായാലും ഈ പ്ലാൻ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ സോങ് ആണെങ്കിൽ മെസ്സേജ് അയക്കുകയാണ്, നമ്മളിങ്ങനെ മാരേജ് കഴിഞ്ഞാലേ ഉള്ളൂ, നമ്മളിങ്ങനെ വേറെ വീട്ടിൽ താമസിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് താമസിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തോടെ അവന് മെസ്സേജ് അയക്കുകയാണ്. പക്ഷെ ഈ മെസ്സേജ് നമ്മുടെ ജിക്ക് എത്തുന്നുണ്ടെങ്കിൽ ജി അത് ഇഗ്നോർ ചെയ്ത് കളയുകയാണ്. പക്ഷെ ജിയാങ്കട്ടെ അത് ഭയങ്കര കാര്യമായിട്ട് അവൻ എടുക്കുകയാണ്. നീ ഇങ്ങനെ അവളെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യല്ലേ, അവളിങ്ങനെ ഇഷ്ടത്തോട് കൂടിയിട്ടല്ലേ ഈ മെസ്സേജൊക്കെ അയക്കുന്നത്, നീ ഭയങ്കര സാധനാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ജിയാങ്ക് ഇങ്ങനെ അവനെ ഉപദേശം കൊടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ജിയാങ്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ജി ആണെങ്കിൽ അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. പിന്നീട് അവനാകട്ടെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറേ കോട്ടൊക്കെ എടുത്തിട്ട് വരികയാണ് നമ്മുടെ ജിക്ക് ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓരോ കളർ ഓരോന്നിന് ഇടാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ഒരു ബ്ലാക്ക് അവൻ സെലക്ട് ചെയ്യുകയാണ്. ഇതേ സമയം നമ്മുടെ സോങ്ങും ഫ്രണ്ട്സും കൂടി ഒരു ബിൽഡിങ്ങിലുണ്ട്. അവരാണെങ്കിൽ ഭയങ്കര പ്ലാനിങ്ങിലാണ്. കാരണം നമ്മുടെ സോങ്ങിനെ കൊടുക്കാനുള്ള ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ നമ്മുടെ ജിയുടെ കയ്യിലുണ്ട്. അതെങ്ങനെയും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹത്തോടെ മെസ്സേജ് അയച്ച് ഇവനെ അങ്ങോട്ട് വരുത്തുന്നു. അവളെ വിളിച്ച പ്രകാരം ജിയും അവൻ്റെ ഫ്രണ്ട്സും കൂടി വരികയാണ്. ഭയങ്കര സെറ്റപ്പിലാട്ടോ. ജിയാങ്കാണെങ്കിൽ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. നമ്മുടെ ജിക്ക് അത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇവൻ അത് ഇട്ടിരിക്കുന്നത്. അവനാണെങ്കിൽ വലിയ കാറിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ജി ഇങ്ങനെ പറയും ചെയ്യുന്നുണ്ട്, എന്തിനാ ഈ വലിയ കാറൊക്കെ, നമുക്ക് വല്ല ടാക്സിയിൽ വന്നാൽ മതിയെന്നു, ഈ റോഡാണെങ്കിൽ ആകെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക, നമ്മുടെ കാറിനായിരിക്കും അതിൻ്റെ സ്ക്രാച്ച് വരുന്നതെന്നൊക്കെ. എന്നിട്ട് ജിയാങ് പറയും, നമ്മളിപ്പോൾ പോകുമ്പോൾ വലിയ ആളായിട്ട് വേണം പോവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ നല്ല പുകഴ്ത്തി പറഞ്ഞുകൊണ്ടാട്ടോ പോകുന്നത്. ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ട് അവരങ്ങനെ ആ സ്ഥലത്തേക്ക് എത്തുകയാണ്. ആദ്യം അവിടെ എത്തിയപ്പോൾ അവരിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇത് തന്നെയാണോ സ്ഥലം. പിന്നെ അവരുടെ വണ്ടി കണ്ട് അവരത് കൺഫേം ചെയ്യുന്നു. അപ്പം നമ്മുടെ ജിയാങ്കാണെങ്കിൽ നീ ഇവിടെ നിൽക്കും, ഞാൻ ആദ്യം പോവാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ വാതിലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴത്തേക്കും ആരോ അവനെ പിടിച്ച് വലിച്ച് ആ കഥ അടയ്ക്കുകയാണ്.
വേറെ ആരുമല്ല നമ്മുടെ സോങ്ങും പിള്ളേരുമാണ് അവനെ വലിച്ചെടുത്തത്. ഇത് കണ്ട നമ്മുടെ സിയും ജിയും കൂടി അവർക്ക് കാര്യം മനസ്സിലാകുകയാണ്. കാരണം എന്താ, ഇവർ വേണം വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്. എന്നിട്ട് അവർ രണ്ടുപേരും വേറെ വഴി കൂടി അങ്ങോട്ട് എത്താൻ നോക്കുന്നു. ഇതേ സമയം ഉള്ളിലാണെങ്കിലോ ജിയാങ്ങിന്റെ മുഖമൊക്കെ മറിച്ച് അവന്റെ കൈയും കാലും ഒക്കെ ലോക്ക് ചെയ്ത് ഇരുത്തിയേക്കുവാണ് ഇവര്. എന്നിട്ട് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് കോൺട്രാക്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. എവിടെയാ അത്, ഇപ്പൊ തന്നെ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കാണെങ്കിൽ ജിയാങ്കാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. കാരണം അതുപോലെയാണ് നമ്മുടെ സോങ് അവനെ പിടിച്ചു വലിച്ചത്. പിന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ മാത്രമേ കോൺട്രാക്ട് കയ്യിലെത്തും എന്ന് ഇവർക്കറിയാം. എന്നിട്ട് സഹികിട്ട് നമ്മുടെ ജിയാങ്കാണെങ്കിൽ കോണ്ടാക്ട് എവിടെയെന്ന് കാണിച്ചു കൊടുക്കുന്നു. അവന്റെ കോട്ടിൽ നിന്ന് നമ്മുടെ ഷെന്നാണെങ്കിൽ അത് എടുത്ത് വായിക്കുകയാണ്. അതേസമയം നമ്മുടെ ജിയും സിയും കൂടെ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് വരികയാണ്. അവരെ കണ്ടത് ഇവരെ ആ ഷോക്കാവണേ, ഇവരിവിടെയോ, അപ്പൊ ഇതാരാന്നായി അവര്. എന്നിട്ട് മാറ്റുമ്പോഴതാ ഇത് നമ്മുടെ ജിയാങ്കാണെന്ന് അറിയുന്നത്. അപ്പൊ തന്നെ ഇവരെ കണ്ടത് നമ്മുടെ സോങ് ആണെങ്കിൽ അത് കണ്ണാടി ചെറുക്കനെ എറിഞ്ഞു കൊടുക്കുകയാണ്. ഇത് ഈ കോൺട്രാക്ട് പിടിക്കടാന്ന് പറഞ്ഞുകൊണ്ട്. എടി പെണ്ണെ, എന്റെ കയ്യിൽ രണ്ടില് സാധനങ്ങളാണ്, ഞാൻ എങ്ങനെ പിടിക്കുന്നതായി കണ്ണടിച്ചെറുക്കൻ. അപ്പത്തേക്ക് ഷെന്നാണെങ്കിൽ ഞാൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ചാടി പറന്നു പോയിട്ട് അത് പിടിച്ച് കീറുകയാണ്. ഇത് കണ്ട ജിയാങ്കിന് സഹിക്കുന്നില്ല. അവനാണെങ്കിൽ സീനെ കൊണ്ട് അതെല്ലാം ലോക്കൊക്കെ മാറ്റിയിട്ട് അവളോട് പോയി വഴക്കുണ്ടാക്കുകയാണ്. അങ്ങനെ രണ്ടും കൂടി അടിച്ചടിച്ചടിച്ച് നമ്മുടെ ജിയാങ് ഒരു സ്ഥലത്ത് പോയി വീഴുകയാണ്. അപ്പോൾ ഒരു ടിന്നാണ് തെറിച്ച് മേലോട്ട് പോയി അവൻ്റെ മുഖത്തേക്ക് തന്നെ വീഴുകയാണ്. അങ്ങനെ ബോധം പോയത് നമ്മുടെ ഷെന്നാകെ പേടിക്കണം. അയ്യോ ആംബുലൻസിനെ വിളിക്കുന്നു പറഞ്ഞിട്ട് അവൾ ചാടുകയാണ് കിടന്നു. അങ്ങനെ വീണ് കിടക്കുന്ന നമ്മുടെ ജിയാങ്കിനെ ആണെങ്കിൽ സിയും കണ്ണാടി ചെറുക്കനും കൂടി എടുത്തോണ്ട് പോകുന്നു. അവർ പോയത് നോക്കി നമ്മുടെ സോങ് തിരിയുമ്പോഴത്താ നമ്മുടെ ജി മാത്രമേ ഉള്ളൂ. അവൾ അപ്പം തന്നെ പുറത്തേക്ക് ഓടുമ്പോഴത്തേക്കും നമ്മുടെ ജി ആണെങ്കിൽ അവളുടെ ഡ്രസ്സ് പിടിച്ച് വലിച്ച് അവിടെ നിർത്തുകയാണ്. ഇതേ സമയം പുറത്താണെങ്കിൽ നമ്മുടെ ജിയാങ്കിനെ ആണെങ്കിൽ അവൻ്റെ കാറിൽ കയറ്റുന്നു. എന്നിട്ടാണെങ്കിൽ ഇവരിങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ കണ്ണാടി ചെറുക്കനായ റൊമാൻസ് കാണിക്കാൻ പറ്റിയ അവസരമല്ല, അവൻ അത് മുതലെടുക്കുകയാണ്. നീ എന്താ ഇപ്പം കണ്ടിട്ട് എൻ്റെ മൈൻഡ് പോലും ചെയ്യാത്തത്? അന്ന് ഫ്ലവർ ഷോപ്പിൽ വന്നതല്ലേ നീ, എന്നിട്ട് നീ എന്നെ പിടിച്ചു വെക്കുകയും ചെയ്തു, ഒന്നും തന്നെ നിനക്ക് ഓർമ്മയില്ലേന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് സി പറയുന്നുണ്ട്, നീ നിന്റെ പേരെന്താ, ഞാൻ ഇതുവരെ നിന്നെ കണ്ടിട്ടില്ല എന്നൊക്കെ. അപ്പോൾ കണ്ണടി ചെറുക്കൻ ആകെ സങ്കടമാവണായിട്ട് അപ്പം തന്നെ അവൻ ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് അവളെ വലിച്ചുകൊണ്ട് പോയിട്ട് അവൻ്റെ വണ്ടിയിൽ കയറ്റിയിട്ട് എങ്ങോട്ടോ കൊണ്ടുപോവുകയാണ്. ഇവർ പോയ പാടം നമ്മുടെ ഷെന്നാണെങ്കിൽ എന്താ ഇവിടെ നടന്നേന്നായി. അവളാണെങ്കിൽ നമ്മുടെ ജിയാങ്ങിനെ നോക്കുകയാണ്. അപ്പം ആരിവനെ കൊണ്ടുവന്നു. ഇവൾക്കാണെങ്കിൽ ഒന്നും അറിയാത്ത നിൽക്കുകയാണ്. കാരണം കാറ് പോലും ഓടിക്കാൻ അറിയത്തില്ല. എന്നിട്ട് ഇവൻ്റെ ജീവൻ പോകും, ഞാൻ എന്തായാലും ജയിലിൽ പോയി കിടക്കുന്നൊക്കെ ആലോചിച്ച് ഇവളാണെങ്കിൽ ആ കാറ് രണ്ടും കൽപ്പിച്ചെടുക്കുകയാണ്. ഇതേ സമയം ഉള്ളിലാണെങ്കിൽ നമ്മുടെ സോങ് ആണെങ്കിൽ ഭയങ്കര പേടിച്ച് നിൽക്കുകയാണ്. ജി എന്തെങ്കിലും ചെയ്യുന്നോർത്ത്. പിന്നെ അവൾ ചിന്തിക്കുകയാണ്, നമ്മളെന്തിനും പേടിക്കണം, നമ്മളാണെങ്കിൽ ആ കോൺട്രാക്ട് കീറിച്ച് കളഞ്ഞല്ലോ, പിന്നെ ഇവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഭയങ്കര ധൈര്യത്തോടുകൂടി വിചാരിച്ച് അവനെ തള്ളിയിട്ട് അവിടെ ലോക്കാക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ജി ആണെങ്കിൽ ആ ലോക്ക് മൊത്തം ഒറ്റയടിക്ക് പൊട്ടിച്ച് എണീക്കുകയാണ്. എന്നിട്ട് പറയും, നീ എന്താ വിചാരിച്ചത്, നീ കീറി കളഞ്ഞിട്ടിരിക്കുന്നത് ശരിക്കുള്ള കോൺട്രാക്റ്റ് ആണെന്നോ? ശരിക്കുള്ളത് എൻ്റെ കയ്യിലാന്ന് പറഞ്ഞിട്ട് അവനത് കോൺട്രാക്ട് കാണിച്ചു കൊടുക്കുന്നു. അപ്പം നമ്മുടെ സോങ്ങിനാണെങ്കിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അവളാകെ ബ്ലിങ്കസിയാന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവൾ കുറേ നേരം കൊണ്ട് അതാണെങ്കിൽ തട്ടിപ്പറിച്ച് വാങ്ങാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ നടക്കുന്നില്ല. എന്നിട്ട് അവൻ പറയുകയാണ്, നീ മര്യാദയ്ക്ക് ഞാൻ പറയണ പോലെ ചെയ്തോ, അല്ലെങ്കിൽ നിനക്ക് തന്നെയായിരിക്കും അതിനുള്ളത് കിട്ടാൻ പോകുന്നതെന്ന് പറയുന്നു. ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഷെന്നാണെങ്കിൽ അവിടെ സ്പീഡായിട്ട് ആ കാർ ഓടിക്കുകയാണ് ജിയാങ്ങിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൻ സ്പീഡാക്കുമ്പോൾ എൻ്റെ ഇത് കിടന്ന് കുലുങ്ങല് നമ്മുടെ ജിയാങ് അങ്ങനെ എണീക്കുകയാണ്. അവൻ എന്നിട്ട് നോക്കുമ്പോൾ എൻ്റെ അത്രയും നല്ല കാർ അവൾ ആ സ്പീഡിൽ ആ പൊട്ട റോഡിൽ ഇത്രയും ഇതായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വരാ, ഇവനാണെങ്കിൽ ആകെ അപ്പം തന്നെ ബോധത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റിട്ടാണ് എടി പയ്യപ്പോടി എന്ന് പറയുന്നുണ്ട്. ഇവളതൊന്നും കേൾക്കുന്നില്ല, ഇവള് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോഴത്തേക്ക് ഇവനാണെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് ഇവളുടെ ഡ്രൈവിംഗ് നിർത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒട്ടും പറ്റാതെ അവർ ചെന്ന് ഒരു സ്ഥലത്തേക്ക് പോയി ഇടിക്കുകയാണ്. അങ്ങനെ പുകയും മണ്ണും ഒക്കെ അവിടെ ഉണ്ടാവുകയാണ്. എന്ത് പറ്റിയെന്ന് ആർക്കറിയാം ഇനി. അങ്ങനെ ആ സീൻ കട്ടായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ കണ്ണാടി ചെറുക്കനാണെങ്കിൽ സീനെ ആ സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് വണ്ടിയിലോട്ട് ഇവളെ ചേർത്ത് നിർത്തിയിട്ട്, അന്ന് നീ എന്നെ ഇതുപോലെയാണ് ചേർത്ത് നിർത്തിയെന്ന് ഇവൻ പറയുകയാണ്. പക്ഷേ എന്നിട്ട് അതിന് മറുപടി ആയിട്ട് ഇവൾ പറയുന്നതോ, എനിക്കെല്ലാം ഓർമ്മയുണ്ട്, പക്ഷെ അതൊരു എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ചെയ്തത്, അല്ലാതെ നിന്നോട് എനിക്ക് ഒരു ഫീലിങ്സ് തോന്നിയിട്ടല്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ കണ്ണാടി ചെറുക്കൻ ആകെ സങ്കടം വരികയാണ് കേട്ടോ. ആദ്യമായിട്ടല്ലേ ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ തോന്നുന്നവന്. ഇതേ സമയം നമ്മുടെ ജീൻ്റെ അടുത്താണെങ്കിലോ അവളിങ്ങനെ ഒരു സൈക്കിൾ എടുത്തോണ്ട് പോവുകയാണ്. കാരണം എന്താ, അവിടെ ഇനി വേറെ വണ്ടിയൊന്നുമില്ലല്ലോ, അതൊക്കെ കൊണ്ട് അവരങ്ങ് പോയില്ലേ. അവൾ എന്നിട്ട് ആ സൈക്കിൾ ഓടിച്ച് അവനെ ചുറ്റിക്കൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അവൾ ദേണ്ടെ കിടക്കണം താഴത്തോട്ട്. അപ്പോഴത്തേക്ക് ഇവനാണെങ്കിൽ അവളെ ആണെങ്കിൽ നോക്കാതെ തന്നെ ഫ്രണ്ടിലോട്ട് നടന്നു പോവുകയാണ്. പിന്നെ ഇങ്ങനെ ബാക്ക് തിരിഞ്ഞ് ആ പണ്ടത്തെ ഐ കോണ്ടാക്ട് അങ്ങ് വരികയാണ്. അവൻ അങ്ങനെ പോസസ്സായി പോവുകയാണ്.
തിരിഞ്ഞ് നടന്ന് പോകുന്ന ചെറുക്കനെ പൊസസ്സായി പോയി, ഇനി എന്ത് ചെയ്യാനാ? എന്നിട്ടാണെങ്കിൽ അവൻ അങ്ങനെ വന്ന് അവളെ എടുത്ത് ആ സൈക്കിളിലോട്ട് ഇരുത്തുകയാണ്. എന്നിട്ട് അവൾക്ക് തണുക്കുന്നുണ്ട് അവൻ്റെ കോട്ട് ഊരിയിട്ട് ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ ഇവനാണെങ്കിൽ ആ സൈക്കിൾ ഓടിച്ച് അവളെ കൊണ്ട് പോവുകയാണ്. നമ്മുടെ സോങ്ങിനാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല, ഇവൻ എന്നെ പെട്ടെന്ന് ഉണ്ടായി പോയെന്ന് ആലോചിച്ച് ഇവളിങ്ങനെ പുറയിൽ അവൻ്റെ ഇരുന്ന് പോവുകയാണ്. ഇതോടുകൂടി നമ്മുടെ ഈ 7ാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്ത് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അടുത്ത എപ്പിസോഡുമായി കാണാം. ബൈ.